പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു മൂവി കണ്ടു. കുറെ കാലത്തിനിടയ്ക്കാണ് ഒരു നല്ലൊരു മൂവി, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൂവി കാണുന്നത്, സർവം മായ. ആ മൂവി കണ്ടപ്പം തീർച്ചയായിട്ടും റിവ്യൂ ഇടാതെ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. കാര്യം നമുക്ക് അത്രയും ഒരു ഫീൽ ഗുഡായിട്ട് ആ ഫിലിം തോന്നി. പ്രത്യേകിച്ച് അതിന്റെ അണിയറയിലുള്ള ആളുകള് അത്രയും മനോഹരമായിട്ട് എല്ലാവരും, അതായത് ആക്ടേഴ്സ് മുതൽ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഇപ്പം ഓരോ സീനും ഓരോ ഷോട്ടും നമ്മളെ ഇങ്ങനെ പിടിച്ച് ഇരുത്തുന്ന ഒരു ഫിലിം. ഒരു സീന്, ഒരു ഷോട്ട് പോലും ലാഗ് അടിക്കാതെ, നമ്മളെ വെറുപ്പിക്കാതെ വളരെ മനോഹരമായിട്ട് ഉള്ളൊരു മൂവി. ശരിക്കും കുറെ കാലത്തിനിടയ്ക്കാണ് ഇങ്ങനൊരു ഫീൽ ഗുഡ് മൂവി ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ എല്ലാവരും ഈ ഒരു ഫിലിം കാണണം. കാര്യം നമുക്ക് എവിടെയോ ഒരു മലയാള സിനിമ നമ്മൾ ആഗ്രഹിച്ച ഒരു ഫീല്, എന്താ പറയാ, എവിടെയോ നഷ്ടപ്പെട്ടൊരു ഫീല് നമുക്ക് തിരിച്ചു തരുന്നൊരു പടമാണത്. ഇതിന്റെ എനിക്ക് എടുത്തു പറയാൻ ഉള്ളൊരു ക്യാരക്ടർ ഏതാണ്, ദലീലു എന്ന ഒരു കുട്ടി, ഒരു ക്യാരക്ടർ ചെയ്തൊരു കുട്ടി, റിയ ഷിബു എന്നാണ് ആ കുട്ടിയുടെ പേര് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ആ കുട്ടിയെ ഇതുവരെ കണ്ടില്ല, ഫസ്റ്റ് ആണ് കാണുന്നത്. വളരെ ഭംഗിയായിട്ട് നമ്മളിങ്ങനെ, എന്താ പറയാ, അത്ര ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ആ കുട്ടി ചെയ്തു. അതുപോലെ തന്നെ നിവിൻ, ഇതിലെ നായകനായിട്ടുള്ള നിവിൻ, പറയാതെ വയ്യ. കുറെ കാലത്തിന് ശേഷം നിവിന് എന്താ പറയാ, ഒരു വലിയൊരു ഹിറ്റാവുന്നൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഓരോ ഷോട്ടും അവൻ വളരെ പക്വതയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നിവിൻ ഈ പടത്തില് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിവിന്റെ വലിയൊരു തിരിച്ചുവരവാണ് ഈ ഫിലിം. പിന്നെ ഇതിന്റെ തിരക്കഥ രഘുനാഥ് പാലേരി, എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പടങ്ങൾ, മേലെപ്പറമ്പിൽ, ആൺവീട്, അതുപോലുള്ള വളരെ ഭംഗിയായിട്ടുള്ള സിനിമകൾക്ക് തൂലിക ചലിപ്പിച്ച രഘുനാഥ് പാലേരി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ഡയറക്ടർ അഖിൽ സത്യൻ എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും നെഞ്ചോട് ചേർത്ത ഒരു ഡയറക്ടർ, സത്യൻ അന്തിക്കാടിന്റെ മകൻ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒന്നാം തരം ഫിലിം. കുറെ കാലത്തിന് ഇടയ്ക്ക് നമ്മള്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ നിറങ്ങുമ്പം നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു ഫീലുണ്ട്. സിനിമ ഇഷ്ടപ്പെടുന്ന ആർക്കും അതൊരു വലിയൊരു, എന്താ